കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തത്തിനിരയായ ആ പ്രദേശവാസികൾക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകാൻ വേണ്ടി 105 വീടുകൾക്കായി വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ആ സ്ഥലം മുസ്ലിം ലീഗ് അവിടെ മരങ്ങളൊക്കെ മുറിച്ച് അതൊരു സൈറ്റാക്കി മാറ്റി നല്ല വൃത്തിയായി ആ സ്ഥലം മാറ്റപ്പെട്ട് നിൽക്കുകയാണ്. ആ ഭൂമിയിലേക്ക് ഏത് ഭാഗത്തു കൂടെ എന്നറിയില്ല, ഒരു CPM പ്രാദേശിക നേതാവ് ഒരു ഇഴജന്തു ഇഴഞ്ഞു കയറി ചെന്ന് അവിടെ നിന്നൊരു വീഡിയോ ചെയ്ത് ഇതാണ് മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, അതിനുവേണ്ടി വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്, ഇവിടെ ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല, ഇവിടെ ഒരു തറക്കല്ലിടലോ അല്ലെങ്കിൽ ഇവിടെ ഒരു മണ്ണ് കളക്കലോ ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. എന്നാൽ സർക്കാരിൻ്റെ മാതൃകാ ഭവന പദ്ധതി പുരോഗമിക്കുകയാണ്, അതിൻ്റെ പണി തീരാറായി, ഈ മാസം അവസാനം അതിൻ്റെ പണി പൂർത്തിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നൊരു വീഡിയോ ചെയ്ത് സഖാവ് വിട്ടത്. എന്നാൽ ആ ദുരന്തമുണ്ടായതിന് ശേഷം അവിടുത്തെ ആ പ്രദേശവാസികൾ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് അനുഭവിച്ചത്, അതിലൊക്കെ സമയോചിതമായിട്ട് സർക്കാർ ഇടപെടലുകൾ നടത്തിയോ? അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രാഥമികമായ കാര്യങ്ങളിൽ പോലും സർക്കാർ സമയബന്ധിതമായി ഇടപെട്ടോ? അവർ താമസിക്കുന്ന വീടുകളുടെ വാടക കൊടുക്കാൻ പോലും എത്രയോ പ്രാവശ്യം വില്ലേജ് ഓഫീസുകളിലേക്കും മറ്റുമൊക്കെയായി പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നിട്ടില്ലേ? ഒരു ദുരന്തത്തിൽപ്പെട്ട ജനതയോടല്ലേ സഖാക്കളെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അവരോട് സമാനതകളില്ലാത്ത ക്രൂരതകൾ ചെയ്തുകൊണ്ടിരുന്നത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ അണപൊട്ടി ഒഴുകിയത് നമ്മൾ കണ്ടതല്ലേ? എന്തേ ഈ വക കാര്യങ്ങളൊന്നും മുസ്ലിം ലീഗിൻ്റെ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഭൂമിയിൽ കയറി ലീഗ് ഇവിടെ വീടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് വിട്ട സഖാവേ, നീ അറിയാതെ പോയത്? ഇതൊന്നും നിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ നിനക്ക് കഴിയാതെ പോയത്? നീ ആ നാട്ടുകാരനല്ലേ? അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുള്ളവനല്ലേ സഖാവേ? നീ മുസ്ലിം ലീഗ് വീടുണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച ഭൂമിയിൽ കയറിക്കൊണ്ട് വീഡിയോ ചെയ്തു വിടലാണോ നിൻ്റെ പണി? മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറഞ്ഞ ഇടത്ത് അത് മുസ്ലിം ലീഗ് പണി കഴിപ്പിച്ചോളും. ആ കാര്യത്തിൽ സഖാക്കളും KT ജലീലൊന്നും ബേജാറാവണ്ട. പക്ഷേ സഖാക്കളും KT ജലീലും ചെയ്യേണ്ടത് അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ അതില്ലാതാക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള ഇടപെടലുകളല്ലേ നടത്തേണ്ടത്? അതാണോ നിങ്ങൾ ചെയ്യുന്നത്? 800ഓളം കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലില്ലേ? ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ വെച്ചുകൊണ്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ വാടക കൊടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ട ഈ പണം മുഖ്യമന്ത്രി ചന്തിക്ക് ചോട്ടിൽ വെച്ച് ഇരുന്നാൽ മതിയോ സഖാവേ? അത് അവർക്ക് എടുത്തു കൊടുക്കണ്ടേ സമയത്തിന്? അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാനല്ലേ സഖാവേ നീയും നിൻ്റെ പാർട്ടിയും ലീഗിൻ്റെ വീടുകൾ എവിടെയെന്ന് ചോദിച്ച് നടക്കുന്ന KT ജലീൽ അടക്കമുള്ള ആളുകളും ചെയ്യേണ്ടത്? ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആ വീട് നിർമ്മാണത്തിന് വേണ്ടി ഒരുക്കി വെച്ച സ്ഥലത്ത് ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അതിനാവശ്യമായി കണ്ടെത്തിയ സ്ഥലത്ത് നിയമപ്രശ്നങ്ങളില്ലായിരുന്നോ? ആ നിയമപ്രശ്നങ്ങൾ സർക്കാരിന് തീർക്കാൻ കഴിഞ്ഞില്ലേ? എന്നാൽ മുസ്ലിം ലീഗ് വാങ്ങിയ ഈ 105 വീടുകൾ നിർമ്മിച്ചു കൊടുക്കേണ്ട മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഓഫീസുകളല്ലല്ലോ അവിടെ ഉണ്ടാക്കുന്നത്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള വീടുകളല്ലേ നിർമ്മിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ്. അപ്പോൾ അതിനാവശ്യമായ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമപ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ട ബാധ്യത നിന്റെ സർക്കാരിനല്ലേ സഖാവേ ഉള്ളത്? സർക്കാർ കണ്ടെത്തിയ ഭൂമിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ സാധിച്ച സർക്കാരിന് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ സാധിക്കുന്നില്ല? അതിനല്ലേ സർക്കാർ തയ്യാറാവേണ്ടത്?
അത് പരിഹരിച്ചു കൊടുക്കാതെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ള ഫണ്ടിനെക്കുറിച്ചും മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയുടെ നിയമപ്രശ്നങ്ങളെക്കുറിച്ചും പറയാനാണോ ഒരു സർക്കാരും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും നിൽക്കേണ്ടത്? ഇന്നിപ്പോൾ ലീഗിൻ്റെ ഈ പദ്ധതിയുമായി കൊണ്ട് ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയും കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ പറയാനുള്ളത്, ഗോവിന്ദനായാലും കെ ടി ജലീലായാലും ലീഗിനെതിരെ കൊഞ്ഞനം കുത്താൻ വരുന്ന സഖാക്കളോടും ഈ കൊഞ്ഞനം കുത്തലൊന്നും ലീഗിനോട് വേണ്ട.